Good afternoon. I'm going to take the session in Malayalam. So I am one of the top or the mentor who started giving sessions in Malayalam initially. So it was a wonderful journey and wonderful experience with these guys. We were joined back when we had COVID at that time, and yeah, we have grown pretty well with a number of people joining our group and people coming to talk to us, and we will try to. And what is it? Okay, so my name is Manoj, and I'm working at UST Technology as a lead DevOps engineer, and I'm going to take a session on the let's build a Kubernetes operator. So prerequisite is like you guys know Kubernetes, and you are looking for to make changes in the Kubernetes as an extension for the operator. Okay, so let me start in Malayalam. Okay, as I told you, my name is Manoj, and I have 15 plus ഏകദേശം 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മുടിയൊക്കെ നരച്ചു തുടങ്ങി, അതാണ് അതിൻ്റെ ഒരു പ്രസൻസ്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മെയിൻ ഫ്രെയിം കേട്ടിട്ടുണ്ടോ? ഞാൻ മെയിൻ ഫ്രെയിം ഡെവലപ്പറായിരുന്നു. സ്റ്റാർട്ടിങ് ഐ വാസ് എ മെയിൻ ഫ്രെയിം ഡെവലപ്പർ. അവിടെ നിന്നാണ് ഡെവലപ്പർ, പിന്നെ ഡെവലപ്സ് ജേർണി, ക്ലൗഡ്, അങ്ങനെ ഓരോന്നോരോന്ന് വന്നത്. അപ്പോൾ അതാണ് എക്സ്പീരിയൻസ്. കൂടുതൽ കാര്യങ്ങൾ ഐ വിൽ ബി ഇൻ പേഴ്സൺ, വി കൻ ടച്ച് ആഫ്റ്റർ. ഓക്കെ, ഇന്ന് അജണ്ടയിലുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേറ്റർ, അതേപോലെ ക്യൂബർനെറ്റീസ് ബേസിക്സ്, ക്യൂബർനെറ്റീസ് ഓപ്പറേറ്ററെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ക്യൂബർനെറ്റീസ് ഓപ്പറേറ്റർ ടൈപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു ക്യൂബർനെറ്റീസ് ഓപ്പറേറ്റർ എങ്ങനെ ബിൽഡ് ഫ്രം സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഡെമോ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഓപ്പറേറ്റർ എക്കോസിസ്റ്റം എങ്ങനെയുണ്ടെന്നാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ബേസിക്കലി ഒരു ഓപ്പറേറ്റർ എന്താണെന്നും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അത് എങ്ങനെയാണ് ആ എക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ഈ ഏരിയസിലൂടെയാണ് നമ്മൾ കവർ ചെയ്ത് പോകാൻ നോക്കുന്നത്. ബേസിക്കലി നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്ററാണ്. ഈ താഴെ കാണുന്ന ആളാണ് ആ ഓപ്പറേറ്റർ. നമ്മുടെ ഏതൊരു ആപ്ലിക്കേഷൻസിൻ്റെയും ആപ്ലിക്കേഷൻ നോളജ് സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. ആ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ആളാണ് ഓപ്പറേറ്റർ. നിങ്ങൾ ക്യൂബർനെറ്റീസ് അല്ല ഏത് ആപ്ലിക്കേഷൻ എടുത്താലും അതിൽ റൂട്ടീനായിട്ടോ അല്ലെങ്കിൽ ഇൻബിൽഡ് ആയിട്ട് ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസ് ഉണ്ടാവും. പക്ഷെ അത് പൊട്ടുമ്പോഴോ അതിലൊരു ചേഞ്ചസ് വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ വേണമെങ്കിൽ അതിനൊരു മാനുവൽ ഇൻ്റർവെൻഷൻ ഉണ്ട്. അതാണ് ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്ററാണ് നമ്മൾ കോൾ ചെയ്യുക. ആ ഓപ്പറേറ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതേ കോൺസെപ്റ്റാണ് ക്യൂബർനെറ്റീസിൽ ഓപ്പറേറ്റർ ഉള്ളത്. ആ ക്യൂബർനെറ്റീസ് എന്ന ടൂൾ നമുക്ക് തരുന്ന എന്താ പറയുക സ്കെയിലബിലിറ്റി, ഓൾ ദ ഫീച്ചേഴ്സ് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഓപ്പറേറ്ററുള്ളത്. ആ ഓപ്പറേറ്റർ ഈ മാനുവൽ ഇതിനെ റീപ്ലേസ് ചെയ്യാനൊരു ഫുള്ളി റീപ്ലേസ് ചെയ്യുന്നല്ല, അത് എ അല്ല. ഒരു നമുക്ക് റൂട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, എക്സ്റ്റെൻസീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റർ, അതാണ് ക്യൂബർനെറ്റീസ് ഓപ്പറേറ്റർ. ഈ മാനുവലായിട്ട് കാണുന്ന ഒരു ഓപ്പറേറ്ററിൻ്റെ ഒരു ചെറിയ റീപ്ലേസ്മെൻ്റ് ആണ് ക്യൂബർനെറ്റീസ് സിസ്റ്റത്തിൽ ഓപ്പറേറ്റർ. നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ഓപ്പറേറ്റർ ആവശ്യം വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ആവശ്യത്തിലുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ റൂട്ടീനായിട്ടുള്ള ക്യൂബർനെറ്റീസ് ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ പലപ്പോഴും അതിനെ സ്കെയിൽ ചെയ്യാനും എല്ലാം ഓട്ടോമേഷനിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ സെറ്റ് ചെയ്ത ഓപ്പറേഷൻസിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതെല്ലാം സ്റ്റേറ്റ്ലെസ് ഓപ്പറേഷൻസാണ്. അതായത് ഒരു വെബ് സെർവർ ഡൗൺ ആകുന്നു, നിങ്ങൾ വെബ് സെർവർ അപ്പാക്കുന്നു, അതിന് നമ്മൾ സ്കെയിലബിലിറ്റി കൊടുക്കുന്നു, അതിന് എണ്ണം കൂട്ടുന്നു, അതിൻ്റെ എക്സ്റ്റൻഷൻ നടക്കുന്നു, എല്ലാം അതെല്ലാം സ്റ്റേറ്റ്ലെസ്സാണ്. അതിനൊരു സ്റ്റേറ്റ് ഇല്ല, അത് ഡൗൺ ആകുന്നു, അടുത്ത പുതിയത്. പക്ഷേ ഒരു ഡാറ്റാബേസ് പോലുള്ള ഒരു ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് അതിനൊരു സ്റ്റേറ്റ് ഉണ്ട്. അതായത് ഒരു ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ ഡൗൺ ആകുക, അതിൻ്റെ ബാക്കപ്പോ അതിൻ്റെ എവിടെ നിന്ന് നമ്മൾ പിക്കപ്പ് ചെയ്തിട്ട് റൺ അപ്പായിട്ട് വരുന്ന സമയത്ത് ആ ഡാറ്റാബേസിന് അനുബന്ധമായുള്ള കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് സ്കീമ കണക്ഷൻ, പാസ്വേഡ്, അതിൻ്റെ കണക്ഷൻസ് എല്ലാം ഉണ്ട്. അതെല്ലാം മാറും. അപ്പോൾ അതൊരു സ്റ്റേറ്റാണ്, അതിൻ്റെ അകത്തൊരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ് മാറാതെ നമ്മളതിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അങ്ങനത്തെ സ്റ്റേറ്റ്ഫുൾ ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് അവിടെ ഒരു ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. വേറൊരാൾ അതിന് മേക്ക് ഷുവർ ദാറ്റ് ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. അങ്ങനത്തെ സ്റ്റെപ്സ് വരുമ്പോഴാണ് നമ്മൾ ഓപ്പറേറ്റർ ഡിപ്പെൻഡൻസിയിലേക്ക് വരുന്നത്. ഇത് ക്യൂബർനെറ്റീസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്.
എങ്ങനെയാണ് ഈ മാനേജ്മെന്റ്, കോംപ്ലക്സ് മാനേജ്മെന്റ് ക്യൂബർനെറ്റിസ് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ക്യൂബർനെറ്റിസിന്റെ കോർ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു കോർ കോൺസെപ്റ്റിലാണ് നിങ്ങളുടെ എല്ലാ ക്യൂബർനെറ്റിസും വർക്ക് ചെയ്യുന്നത്. കൺട്രോൾ ലൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നിങ്ങളുടെ എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുണ്ടോ? കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിൽ നിന്ന് വരുന്നതാണ് ഈ സാധനം. ഈ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നാണ് ഈ കൺട്രോൾ ലൂപ്പ് എടുത്തിരിക്കുന്നത്. കൺട്രോൾ ലൂപ്പ് എടുത്തിരിക്കുന്ന ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കൺട്രോൾ ലൂപ്പിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കൂ. ഒരു ആക്ച്വൽ സ്റ്റേറ്റ് ഉണ്ട്, ഡിസൈഡ് സ്റ്റേറ്റ് ഉണ്ട്, കൺട്രോൾ ലൂപ്പ് ഉണ്ട്. ആ കൺട്രോൾ ലൂപ്പിൻ്റെ അകത്ത് ഒബ്സർവ്, ആക്ട്, അനാലിസ്, ഈ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ടെറാഫോം അങ്ങനത്തെ അതേപോലെ പല CNC ടൂൾ എടുത്ത് നോക്കുള്ളൂ. അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ഇതാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഡിസൈഡ് സ്റ്റേറ്റസ് ആ ടൂളിൽ പറഞ്ഞു കൊടുക്കുന്നു. ടൂള് ആ ആക്ച്വൽ സ്റ്റേറ്റ് മനസ്സിലാക്കി ഡിസൈഡ് സ്റ്റേറ്റിലേക്ക് എന്ത് ഓപ്പറേഷനാണോ കൊണ്ടുപോകുന്നത്. അതാണ് ടെറാഫോം ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഡെവോപ്സ് അനുബന്ധമായ പല ടൂളിൻ്റെയും ബേസ് കോൺസെപ്റ്റ് ഇതാണ്. നമുക്ക് അറിയേണ്ടത് ആക്ച്വൽ സ്റ്റേറ്റ് എന്താണ്, നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഡിസൈഡ് സ്റ്റേറ്റ് ആണ്. സിസ്റ്റം അത് മനസ്സിലാക്കി അനലൈസ്, ഒബ്സർവ്, ആക്ട് എന്ന 3 കാര്യങ്ങൾ വെച്ചിട്ട് ആ സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് റൺ ആവുന്നതെന്നോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇത് തരുന്നെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സോ ഈ സെയിം പ്രിൻസിപ്പിളാണ് ക്യൂബർനെറ്റിസിനെ നോക്കിക്കഴിഞ്ഞാൽ എവറി കമ്പോണൻറ്റ്, നിങ്ങൾ ക്യൂബർനെറ്റിസിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ക്യൂബർനെറ്റിസിനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റയർ ക്യൂബർനെറ്റിസ് കൺട്രോളർ ലിസ്റ്റാണ്. ഒരു ഒറ്റ കൺട്രോളർ നമുക്ക് വേണ്ടി ഈ ഓപ്പറേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തരുന്നതുകൊണ്ടാണ് നമുക്ക് ക്യൂബർനെറ്റിസ് എന്ന ആപ്ലിക്കേഷൻ അപ്പ് ആൻഡ് റൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് വെച്ചാൽ കറണ്ട് സ്റ്റേറ്റ്സും ഡിസൈഡ് സ്റ്റേറ്റും. കറണ്ട് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അല്ലെ നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നതാണ് കറണ്ട് സ്റ്റേറ്റ്. ഡിസൈഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്. നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ് ആണ് ഡിസൈഡ് സ്റ്റേറ്റ്. അതിലിപ്പോൾ 4 സെർവർ അപ്പായിരിക്കണം എന്നായിരിക്കും നമ്മുടെ ഡിസൈഡ് സ്റ്റേറ്റ്. ആക്ച്വലി അതിൽ 3 ആയിരിക്കും, 2 ആയിരിക്കും. അപ്പോൾ ക്യൂബർനെറ്റിസ് നമ്മുടെ ഡിസൈഡ് സ്റ്റേറ്റിനെ മനസ്സിലാക്കി ഉടനെ പ്രവർത്തിക്കും. ശരി, അങ്ങേര് ചോദിച്ചത് 4 സ്റ്റേറ്റാണ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 സ്റ്റേറ്റുള്ളൂ, ഒരു മെഷീൻ കൂടെ അപ്പാക്കാമെന്ന് തീരുമാനിക്കും. അങ്ങനെയാണ് ഇതിന് കോർ ബേസ് പ്രിൻസിപ്പിൾ. ഇതിനെ റീകൺസിലേഷൻ ലൂപ്പ് എന്നാണ് പറയാം. ഈ റീകൺസിലേഷൻ ലൂപ്പ് ശ്രദ്ധിക്കുക, ഈ ഡിസൈഡ് സ്റ്റേറ്റും കറണ്ട് സ്റ്റേറ്റും റീകൺസിലേഷൻ ലൂപ്പ്. ഈ റീകൺസിലേഷൻ ലൂപ്പാണ് ഒരു ബേസ്. ഇത് ശ്രദ്ധിക്കുക, ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ക്യൂബർനെറ്റിസിന്റെ ബേസിക്സ് കണ്ടിന്യൂ ചെയ്യണം. ക്യൂബർനെറ്റിസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്യൂബർനെറ്റിസിൽ ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും ഒബ്ജക്ട്സ് എന്നാണ് പറയുക. അതായത് നമ്മൾ API ഉപയോഗിച്ചിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്താലും ക്യൂബർനെറ്റിസ് അതിന് ഡിസൈഡ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. ആ ഒബ്ജക്റ്റിന് 2 കാര്യങ്ങളാണ് ഉണ്ടാവുക, ഒരു സ്പെക്കും സ്റ്റാറ്റസും ഉണ്ടാവും. അതായത് സ്പെക്കിലൂടെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഡിസൈഡ് സ്റ്റേറ്റസ് എന്താണെന്ന് നമ്മൾ സ്പെക്കിൽ പറഞ്ഞു കൊടുക്കും. നമുക്ക് ആവശ്യമുള്ളത് ഡിസൈഡ് സ്റ്റേറ്റ് എന്താണ് വേണ്ടതെന്ന്, സ്റ്റാറ്റസ് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്ന കറണ്ട് സ്റ്റേറ്റ് എന്നത്. ഇങ്ങനെയാണ് ആ ഒബ്ജക്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ ക്യൂബർനെറ്റിസിന് പറഞ്ഞു കൊടുക്കുന്ന APIകളോട് അതൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഒബ്ജക്റ്റിന് 2 കാര്യങ്ങളുണ്ടാവും, സ്പെക്കും സ്റ്റാറ്റസും. സ്പെക്ക് എന്ന് പറയുന്നത് ഡിസൈഡ് സ്റ്റേറ്റ് ആയിരിക്കും, സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് കറണ്ട് സ്റ്റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് റെക്കോർഡ് ഓഫ് ഇൻറ്റൻറ്റ് എന്ന് പറയാം. ആ റെക്കോർഡ് ഓഫ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യൂബർനെറ്റിസിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് ആവശ്യം എന്നുള്ളതാണ് റെക്കോർഡ് ഓഫ് ഇൻറ്റൻറ്റ്. അപ്പോൾ ഈ റെക്കോർഡ് ഓഫ് ഇൻറ്റൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റ് ഫയൽസ്. മാനിഫെസ്റ്റ് ഫയൽസ് ആണ്. ഇപ്പോൾ നിങ്ങൾ YAML ഫയൽസ് എഴുതുന്നില്ലേ, API ഉപയോഗിച്ചിട്ട് YAML ഫയൽസ് എഴുതിയിട്ട് ആ YAML ഫയൽസിലൂടെ നമ്മൾ കൊടുക്കുന്നതാണ് മാനിഫെസ്റ്റ് ഫയൽ. ആ മാനിഫെസ്റ്റ് ഫയൽസിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് വെച്ചാൽ റെക്കോർഡ് ഓഫ് ഇൻറ്റൻറ്റ് എന്ന് പറയാം. നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യുന്ന ഓരോ പ്രവൃത്തി അല്ലെ ആവശ്യമായിട്ടുള്ള ഇതാണ് നമ്മളതിൽ പറഞ്ഞു കൊടുക്കുന്നത്. ആ റെക്കോർഡ് ഓഫ് ഇൻറ്റൻറ്റിലാണ് മനസ്സിലാക്കിയിട്ടാണ് ക്യൂബർനെറ്റിസ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ എൻഡ് റിസൾട്ട് ആയിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ടോ അപ്പായിട്ടിരിക്കുന്നതെന്ന് വരുന്നത്. ഈ റെക്കോർഡ് ഓഫ് ഇൻറ്റൻറ്റിൽ നമ്മൾ പറയുന്നത് ഒരു പെർട്ടിക്കുലർ കൈൻഡാണ്. അതായത് നമ്മൾ YAML എഴുതുന്ന സമയത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റെക്കോർഡ് ഓഫ് ഇൻറ്റൻറ്റിൽ നമ്മൾ കൈൻഡ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കും. കൈൻഡ്, ആ കൈൻഡ് നോട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് റിസോഴ്സാണ് ആവശ്യം എന്നുള്ളതാണ് കൈൻഡ് നോട്ട് ചെയ്യുന്നത്. നമ്മൾ API എടുക്കുന്നു, YAML ഫയൽ റൈറ്റ് ചെയ്യുന്നു, അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കൈൻഡ് പറയുമ്പോൾ നമുക്ക് പറയുന്നത് എന്ത് റിസോഴ്സാണ് ആവശ്യം, ആ റിസോഴ്സ് പ്രൊവിഷൻ ചെയ്യും ക്യൂബർനെറ്റിസ്. ഓക്കെ, ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ പോഡർ റിസോഴ്സാണ്. ക്യൂബർനെറ്റിസിന് പോഡർ റിസോഴ്സാണ്. അപ്പോൾ പോഡിൻ്റെ ഒരു എല്ലാ പോഡിൻ്റെയും ഒരു എൻഡ് പോയിന്റ് ആയിട്ടാണ് അതിൻ്റെ API റിസോഴ്സ് എന്ന് പറയുന്നത്. ആ കൈൻഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ പോഡർ റിസോഴ്സ് വരും.
ഇപ്പോൾ റിസോഴ്സസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, നേറ്റീവ് റിസോഴ്സസും കസ്റ്റം റിസോഴ്സും. അതായത് നേറ്റീവ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഡ് അങ്ങനെ നിങ്ങൾ ഇപ്പോൾ ക്യൂബർനെറ്റിസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ കൂടെ തരുന്ന റിസോഴ്സസ് ഉണ്ട്. അതാണ് നേറ്റീവ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതിന് ഒരു എക്സാമ്പിളാണ് പോഡ് നിങ്ങൾക്ക് നേരിടായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, പോഡ് അതിലുണ്ടാവും വർക്ക് ചെയ്യും. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ കൈൻഡ് ഇതാണ് റെക്കോർഡ് ഓഫ് ഇൻറ്റൻറ്റ്, അതായത് മാനിഫെസ്റ്റ് ഫയൽ. ഈ മാനിഫെസ്റ്റ് ഫയൽ എന്നാണ് റെക്കോർഡ് ഓഫ് ഇൻറ്റൻറ്റ് ഉപയോഗിച്ച് ക്യൂബർനെറ്റിസ് ചെയ്യുന്നത്, അതിൽ കസ്റ്റംസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേറ്റീവ് റിസോഴ്സും കസ്റ്റം റിസോഴ്സും. എന്താണ് ഈ കസ്റ്റം റിസോഴ്സ്? ക്യൂബർനെറ്റിസിന്റെ ബേസിക് ആർക്കിടെക്ചർ അനുസരിച്ച് ക്യൂബർനെറ്റിസ് നമ്മുടെ അവർ തരുന്ന റിസോഴ്സ് അല്ലാതെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് റിസോഴ്സ് ഉണ്ടാക്കാൻ ക്യൂബർനെറ്റിസ് അനുവദിക്കുന്നുണ്ട്. കാരണം അങ്ങനെ നമുക്ക് വേണ്ട റിസോഴ്സിനെ ഉണ്ടാക്കാൻ അനുവദിക്കുമ്പോഴാണ് അതിന് കസ്റ്റം റിസോഴ്സ് എന്ന് പറയുന്നത്. കസ്റ്റം റിസോഴ്സ് എന്നാണ് അതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CRD എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കസ്റ്റം റിസോഴ്സ് ഡെഫിനിഷൻ. ഇവിടെ നമുക്ക് നമ്മുടെ കസ്റ്റം റിസോഴ്സസ് പറയാൻ പറ്റും. അതായത് ക്യൂബർനെറ്റിസ് തരാതെ നമുക്ക് വേണ്ട കസ്റ്റം റിസോഴ്സസ് പറയാനുള്ള ഒരു ഓപ്ഷനാണ്. ഈ കസ്റ്റം റിസോഴ്സസ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കസ്റ്റം റിസോഴ്സസിന് ഒരു കൺട്രോളർ ആവശ്യമാണ്. ക്യൂബർനെറ്റിസിന്റെ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ അവരുടെ കൺട്രോളേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ബേസിക്കലി ക്യൂബർനെറ്റിസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷെ നമ്മുടെ കസ്റ്റം റിസോഴ്സ് ചെയ്യുന്ന സമയത്ത് അതിനൊരു കൺട്രോളർ ആവശ്യമുണ്ട്. ആ കൺട്രോളർ കൂടെ നമ്മൾ അതിന് ചെയ്യുമ്പോഴാണ് അതിന് ക്യൂബർനെറ്റിസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. ആ ഓപ്പറേറ്ററാണ് ആക്ച്വലി അത് നമ്മളത് എഴുതില്ലേ, ആ ക്യൂബർനെറ്റിസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കൺട്രോളറിന് എഴുതുകയാണ് നമ്മൾ. അതും കൂടാതെ ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് ഒരു ഓപ്പറേറ്റർ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് കൊണ്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൺട്രോളർ ഓപ്പറേറ്ററും ഈ കൺട്രോളേഴ്സിനെ മാനേജ് ചെയ്യാൻ, ലൈഫ് സൈക്കിൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കസ്റ്റം റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ക്യൂബർനെറ്റിസിന് റിസോഴ്സ് ഉണ്ട്. റിസോഴ്സ് ഒരു പെർട്ടിക്കുലർ കൈൻഡ് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മുടേതായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കൈൻഡ് വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ആ ഓപ്ഷൻ തരുന്ന സമയത്ത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു കസ്റ്റം കൺട്രോളർ കൂടെ ഇതാണ്. ആ കസ്റ്റം കൺട്രോളർ എഴുതി അതിന് വർക്ക് ചെയ്യുന്നതിനാണ് ക്യൂബർനെറ്റിസ് ഓപ്പറേറ്റർ എന്ന് പറയുക. പലപ്പോഴും നിങ്ങൾ ക്യൂബർനെറ്റിസ് ഓപ്പറേറ്ററിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണും എക്സ്റ്റൻഷൻ ഓഫ് ക്യൂബർനെറ്റിസ് കേപ്പബിലിറ്റീസ് എന്ന് പറയും. അതായത് എക്സിസ്റ്റിംഗ് ക്യൂബർനെറ്റിൻ്റെ കേപ്പബിലിറ്റീനെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുന്നത്. അതെങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വേണ്ട കസ്റ്റം റിസോഴ്സസ് എഴുതി അതിനെ കൺട്രോൾ ചെയ്ത് ആ ഓപ്പറേഷനിൽ വരുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ക്യൂബർനെറ്റിസിൻ്റെ എക്സ്റ്റൻഷനാണ്. അതായത് അവരെന്താണോ തന്നത് അതിൽ അഡീഷണൽ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ട കൺട്രോളേഴ്സ് എഴുതുന്ന സമയത്ത് ഇതാണ് കസ്റ്റം റിസോഴ്സ് ക്യൂബർനെറ്റിസ്. ഇത് CRDയുടെ വർക്ക് ഫ്ലോ ആണ്. കസ്റ്റം റിസോഴ്സിൽ നമ്മളൊരു ആക്ടർ വരുന്നതാണ്. നമ്മൾ ആ കസ്റ്റം റിസോഴ്സിന് റിക്വസ്റ്റ് ചെയ്യുന്നതും അതൊരു ഇവന്റ് ട്രിഗർ ചെയ്യുന്നതും ഇവന്റ് ഓപ്പറേറ്റർ അത് മനസ്സിലാക്കി റീകൺസിലേഷൻ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതായത് റീകൺസിലേഷൻ ലൂപ്പ് എങ്ങനെയാ വെച്ചാൽ ഓപ്പറേറ്റർ അത് മനസ്സിലാക്കുന്ന സമയത്ത് ഓപ്പറേറ്റർ അപ്പോൾ തന്നെ ചെക്ക് ചെയ്യും എങ്ങനെയാണ് സ്റ്റേറ്റ് ഉള്ളത്. ആ കറണ്ട് സ്റ്റേറ്റിനെ റീഡ് ചെയ്തിട്ട് ആ റീകൺസിലേഷൻ ലൂപ്പ് ചെക്ക് ചെയ്യും. ആ റീകൺസിലേഷൻ ലൂപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈഡ് സ്റ്റേറ്റിലേക്ക് ഇത് വരും. ഇതായിരിക്കും ഒരു ബേസിക് ക്യൂബർനെറ്റിസ് വർക്ക് ഫ്ലോ, ഓപ്പറേറ്റർ വർക്ക് ഫ്ലോ ഉണ്ടാവുക. അതായത് ആക്ടർ പറയുന്നു, കസ്റ്റം റിസോഴ്സസ് മനസ്സിലാക്കി അതിനൊരു ഇവന്റ് ഉണ്ടാക്കുന്നു. ആ ഇവന്റിൽ നിന്ന് ഓപ്പറേറ്റർ കറണ്ട് സ്റ്റേറ്റ് റീഡ് ചെയ്തിട്ട് റീകൺസിലേഷൻ ട്രിഗർ ചെയ്യുന്നു. റീകൺസിലേഷൻ ട്രിഗർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡിസൈഡ് സ്റ്റേറ്റിലേക്ക് പോകാൻ ക്യൂബർനെറ്റിസ് ശ്രമിക്കും. ഡിസൈഡ് സ്റ്റേറ്റിൽ എത്തുന്നതോടെ ആപ്ലിക്കേഷൻ സ്റ്റേബിൾ ആവും. ഇതാണ് ഇതിൻ്റെ വർക്ക് ഫ്ലോ. ഇനി ഓപ്പറേറ്റേഴ്സ് നമുക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കാം. ഈ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ പല ടൈപ്പിൽ ഉണ്ടാക്കാം. ഒന്ന് ഹെൽം ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റർ ഉണ്ടാക്കാം, ആൻസിബിൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം, ഗോ ഉപയോഗിച്ചുണ്ടാക്കാം. ഹെൽം ഉപയോഗിച്ചുണ്ടാക്കുന്ന സമയത്ത് ലെവൽ 2 എന്ന് പറയുന്നത് ബേസിക് ഇൻസ്റ്റാളേഷൻ അപ്ഗ്രേഡ് പോലെ ഉള്ള ഓപ്പറേഷൻസേ പറ്റുള്ളൂ. സീംലെസ് അപ്ഗ്രേഡേഷൻ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു ഫുൾ ഫ്ലെഡ്ജഡ് നമ്മുടെ എല്ലാ ലെവലും, അതായത് ഓട്ടോ പൈലറ്റ് വരെ പോകുന്ന ലെവലിലേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ആൻസിബിൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഗോ. ഈ 2 മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓട്ടോ പൈലറ്റ് ലെവലിലേക്ക് വരെയുള്ളൊരു ഓപ്പറേറ്റർ എഴുതാൻ പറ്റും. അതാണ് ഓപ്പറേറ്റർ മെത്തേഡ്സ്. പിന്നെ നിങ്ങൾ CMC ഫയലും ഏത് ഓപ്പൺ സോഴ്സ് പോയി കഴിഞ്ഞാലും ആ ഓപ്പൺ സോഴ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് കോഡ് റീഡ് ചെയ്യുന്നത് ഒരു ഇതാണ്. അത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഒരു ഗിറ്റ് റെപ്പോയോ എവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഒത്തിരി കാര്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഓപ്പറേറ്റർ ഉണ്ട്. ഓപ്പറേറ്ററിൻ്റെ ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഗിറ്റ്ഹബ് കോഡിൽ പോയിട്ട് ആ ബേസിക് എവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ആഡ് ഓൺസ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത്. ഓക്കെ,
ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഡെമോ ചെയ്യുന്നത്. എനിക്കറിയില്ല അത് എത്രത്തോളം പോകുന്നു. ലൈവ് ഡെമോ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. സോ എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഓക്കെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യൂബർനെറ്റിസിന്റെ ഓപ്പറേറ്റർ ഗോലാങ് ഉപയോഗിച്ചിട്ടാണ്. ഗോലാങ് ഉപയോഗിച്ച് ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഗോലാങ് ആണ് അതിൻ്റെ ഒരു ഓപ്പറേറ്റർ സ്റ്റിക്ക് തരുന്നുണ്ട്. ആ ഓപ്പറേറ്റർ സ്റ്റിക്കിൽ ഫുള്ളി ഫങ്ഷണൽ ആയിട്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് അവർ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അതാണ്. ആൻസിബിൾ ചെയ്യാം, പക്ഷേ നമ്മുടെ ഒരു പ്രോഗ്രാമാറ്റിക്കൽ ഫ്രീഡം ഒരിക്കലും ആൻസിബിൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം ആൻസിബിൾ നമുക്ക് തരുന്ന ടൂളാണ്. ആ ടൂളിൻ്റെ ചുറ്റിപ്പറ്റി നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഗോല് ചെയ്യുന്ന കൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കേപ്പബിലിറ്റി അനുസരിച്ച് നമുക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത് ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റർ എസ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ഉണ്ട്. ആ കമാൻഡ് CLI ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനതിന് ഫോൾഡർ ഉണ്ടാക്കുന്നത് വിസിബിൾ അല്ലേ? ഓക്കെ. ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കുന്നു. ഓപ്പറേറ്റർ എസ്റ്റിക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ ഞാനിവിടെ പറയുന്നില്ല, ഇൻസ്റ്റാൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓപ്പറേറ്ററിൽ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഓപ്പറേറ്ററിനെ ഇനീഷ്യലൈസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഈ കമാൻഡ് ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൽ ഓപ്പറേറ്റർ എസ്റ്റിക്ക് ഇനിറ്റ് ഡൊമൈൻ ഡെവോപ്സ് ടൂൾ റെപ്പോ ജസ്റ്റ് നമ്മൾ പറയുന്ന ഒരു ഡൊമൈനിലോട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഡൊമൈൻസ് ആദ്യം തന്നെ കൊടുക്കുന്നത് നമുക്കത് പിന്നീടുള്ള ഇൻസ്റ്റാളേഷൻ ഇംപ്ലിമെൻറ്റേഷനും ഹെൽപ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ കേസ് ഒരു റെപ്പോ അതിലേക്ക് ടാഗ് ചെയ്യുന്നുണ്ട്, ഗിറ്റ്ലബ് റെപ്പോ. ഇത്രയും നമ്മൾ ചെയ്യുന്നത്. ആ ഇനീഷ്യലൈസേഷനോടുകൂടി നമുക്ക് കിട്ടിയ ബേസിക് ഫയൽസ് ആണ് ഇതിലുള്ളത്. ഇതിൽ മേക്ക് ഫയലാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ മേക്ക് ഫയലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ റണ്ണ്, മാനിഫെസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ മേക്ക് ഫയൽ ലഭ്യമാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഓപ്പൺ സോഴ്സ് ടൂൾസും ഓപ്പൺ സോഴ്സ് ഗിറ്റർ റെപ്പോയിലേക്ക് നിങ്ങൾ ആദ്യം പോകുന്ന സമയത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അതിൻ്റെ റീഡബിൾ കമൻറ്റ്സ് വായിച്ച് നോക്കുക. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റെന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ പോയി കോഡ് നോക്കുന്നതാണ്. പക്ഷെ കോഡ് നോക്കുന്നതിന് പകരം ആ കമൻറ്റ്സ് വെച്ച് നോക്കുക. കമൻറ്റ്സിൽ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് തരും. കമൻറ്റ്സ് അവർ സ്പെസിഫിക് ആയിട്ട് പല ഇതും അവർ ചെയ്യുന്നത് കാരണം കമൻറ്റ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ലേണിംഗ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ കോഡ് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് പകരം ജസ്റ്റ് റെഫർ ചെയ്യുക. ആ കമൻറ്റ് എന്താണ് അവർ ചെയ്യുന്നത്, ആ കമൻറ്റ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസ് തരും. ഇപ്പോൾ മേക്ക് ഫയൽസിൽ തന്നെ മേക്ക് റൺ തൊട്ടിട്ട് മേക്ക് മാനിഫെസ്റ്റ് തൊട്ടിട്ട് പല ഓപ്പറേഷൻസ് ഇത് ചെയ്യുന്നത് ആ മേക്ക് ഫയലിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അവർ റെഫർ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് ഒരു മെയിൻ ആണ്. ഈ മെയിൻ എന്നാണ് ഈ ഓപ്പറേറ്ററിന്റെ ഇനീഷ്യലൈസേഷനും കൺട്രോൾ മൊത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ബേസിക് ഓപ്പറേഷൻ, ഹൈ അവൈലബിലിറ്റി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയും. ഇനി ഇത്രയും കാര്യങ്ങൾ ഇത് ഓപ്പറേറ്റർ നമുക്ക് തരുന്നതാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ബേസിക് 3 കാര്യം എന്താ ഒരു ഓപ്പറേറ്ററെ സംബന്ധിച്ചോളം? ഒന്ന്, റീകൺസിലേഷൻ ചെയ്യണം. അതായത് നമ്മുടെ
സ്റ്റേറ്റ് എന്താണെന്ന് ഓപ്പറേറ്റർ തനിയെ ചെയ്യാൻ മനസ്സിലാക്കണം. ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എവിടെയാണ് സ്റ്റേറ്റ്, എന്താണ് സ്പെക്ക് വേണ്ടത്, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. രണ്ടാമത്തത് ആ സ്റ്റേറ്റ് സ്പെക്ക് പറഞ്ഞു കൊടുത്തത് വെച്ചിട്ട് റീകൺസിലേഷൻ വർക്കാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് എന്നത്. ബാക്കിയെല്ലാം ഈ ഫോൾഡറിലുള്ളതെല്ലാം ഇതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഫിഗിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ബോയിലർ പ്ലേറ്റ് ടെംപ്ലേറ്റ് ആണ് ഇതെല്ലാം. പക്ഷെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ട് നമ്മുടെ ലോജിക്കായിട്ട് റീകൺസിലേഷൻ ടാഗ്. ഈ കൺട്രോളർ നമ്മൾ ആദ്യം ഒരു API ക്രിയേറ്റ് ചെയ്യണം. APIയിലാണല്ലോ നമ്മൾ കൈൻഡ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ APIയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റർ SDK ക്രിയേറ്റ് API ഗ്രൂപ്പ് CRD വെർഷൻ V1 കൈൻഡ് ടൈപ്പ്. ഈ ഗ്രൂപ്പ് CRD വെർഷൻ V1 എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് എവിടുന്നാണ് കിട്ടുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ക്യൂബ്സിറ്റിയിൽ API റിസോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ആ ഗ്രൂപ്പും വെർഷനൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ CRD വെർഷൻസ് നമുക്ക് കിട്ടും. നമ്മുടെ എന്താണോ നമ്മൾ ഓപ്പറേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച് ആ കറക്റ്റ് ഗ്രൂപ്പിലേക്ക് നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റിയാൽ നമ്മളിപ്പോൾ ടാഗ് ചെയ്യാൻ പോകുന്നത് CRDയിലേക്കാണ്. CRD അതൊരു വെർഷൻ V1ലേക്കായിട്ടൊരു ചെയ്യാം. ഇതിപ്പോൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് റിസോഴ്സ് വേണോ അതോ കൺട്രോളർ മാത്രം മതിയോ? നമ്മുടെ എക്സിസ്റ്റിംഗ് റിസോഴ്സ് ഉണ്ടാവും ചില സമയത്ത്. ഇപ്പോൾ പോഡ് ഉണ്ട്, പോഡ് ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ പോഡിനെ ചുറ്റിപ്പറ്റി പോഡിൻ്റെ അതായിട്ടുള്ള എന്തെങ്കിലും അഡീഷണൽ ഓപ്പറേറ്റർ എഴുതുകയാണെങ്കിൽ പുതിയ റിസോഴ്സ് ആവശ്യമില്ല, അവിടെ ഉള്ളതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കൺട്രോളറിന് ആവശ്യമുള്ളൂ. പക്ഷേ നമ്മുടെ കേസിൽ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുക, അപ്പം നമുക്ക് റിസോഴ്സ് ആവശ്യമുണ്ട്, കൺട്രോളർ ആവശ്യമുണ്ട്. ഇപ്പോൾ രണ്ടും നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ API വന്നു. നമ്മളിപ്പോൾ ടെയിൽ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ API ക്രിയേറ്റ് ചെയ്തു, API വന്നു. അപ്പോൾ API വന്നപാട് ഞാൻ ആദ്യം പറഞ്ഞൊരു ഇതുണ്ട്, നമുക്ക് ആദ്യം സ്പെക്ക് പറഞ്ഞു കൊടുക്കണം, അതിൻ്റെ സ്റ്റാറ്റസ് പറഞ്ഞു കൊടുക്കണം. അത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ടൈപ്സിലാണുള്ളത്. ഇപ്പം ഇതിൽ ഉണ്ടോ ടെയിൽ സ്പെക്ക്, ടെയിൽ സ്റ്റാറ്റസ്. ഇവിടെയാണ് നമ്മൾ യാമലിലൊക്കെ നമ്മൾ പറയുന്നില്ല, യാമലിൽ കൈൻഡ് കൊടുക്കുമ്പോൾ കോഡ് എന്ന് പറയുന്നില്ലേ, ആ കൈൻഡ് കോഡും ഇവിടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ JSON ഫയൽ ഈ ഡിസ്ക്രിപ്ഷൻ വെച്ച പോലെ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. സ്പെക്കും അതിൻ്റെ സ്റ്റാറ്റസ് ഇത് രണ്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ഈ പറഞ്ഞു കൊടുത്ത് സ്പെക്കും സ്റ്റാറ്റസും റീകൺസിലേഷൻ ചെയ്യേണ്ടത്. റീകൺസിലേഷൻ എവിടെയാണ് ചെയ്യുന്നതെന്ന് പിടിക്കാനുണ്ട്. റീകൺസിൽ എപ്പോഴും കൺട്രോളറിലാണ് നടക്കുക. കൺട്രോളർ ടെയിൽ കൺട്രോളറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങി റീകൺസിലേഷൻ. നിങ്ങളുടെ കൺട്രോളർ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ തുടങ്ങി കോഡ് ചെയ്ത് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് കോഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രോളർ എങ്ങനെയാണോ എന്താണോ ചെയ്യേണ്ടത്, എന്ത് സ്റ്റേറ്റിലേക്ക് വേണമെന്ന് അത് ഇവിടെ നിന്ന് മനസ്സിലാവും. APIയിൽ നമുക്കത് എങ്ങനെ ക്യൂബർനെറ്റിസ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ രണ്ടും കൂടെ കമ്പൈൻ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്പറേറ്റർ ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഓപ്പറേറ്റർ കാണിച്ചു. ഇത് GitLab പ്രൊവൈഡ് ചെയ്യുന്ന GitLabൻ്റെ ഒരു ഓപ്പറേറ്ററാണ്. GitLab അറ്റ്മോസ്ഫിയറിൽ GitLab പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേറ്റർ. ഇതിൽ നമ്മൾ പോയി നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നോക്കണം. നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയേണ്ടുള്ളൂ, കൺട്രോളർ API, ബാക്കിയൊന്നും നമുക്ക് അറിയണ്ട. നമ്മൾ നേരെ കൺട്രോളറിലേക്ക് പോകുന്നു. ഇതെല്ലാം അതിൻ്റെ കൺട്രോളറാണ്. GitLab കൺട്രോളർ എടുക്കുന്നു. ഇതിൽ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ, റീകൺസിലേഷൻ ഉണ്ടാവും. റീകൺസിലേഷൻ ഉണ്ടാവും. കാണാമോ? ഈ റീകൺസിൽ തൊട്ട് അവർ എഴുതി തുടങ്ങിയിട്ടുണ്ട് കൺട്രോളർ എന്താ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ
അതായത് നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ല, നമ്മൾ നോക്കുന്നതിന്റെ ബേസിക് അറിയാമെങ്കിൽ ആ കോഡ് ബേസിക് ആയിട്ട് എന്ത് ചെയ്യുന്ന അറിയാമെങ്കിൽ നമുക്ക് ഏത് റിപ്പോയിലേക്കും, അതായത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഏത് ടൂളിലേക്കും പോയിട്ട് നമുക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. ബാക്കി അത്രയും ഫയൽസ് അവിടെ ഉണ്ട്. നമ്മൾ ആദ്യം പോകുമ്പോൾ കാണുന്നുണ്ട് അത്രയും ഫയൽസ് ആണ്, നമ്മൾ കൺഫ്യൂസ് ആവും ഇതെല്ലാം എന്തൊക്കെയാണ് ചെയ്യുന്നത്. അല്ല, അങ്ങനെയല്ല. നമ്മൾ ആദ്യം അതിന്റെ ബേസിക്സ് മനസ്സിലാക്കുക. ആ ബേസിക്സ് ആ ടൂൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക. കോൺസെൻട്രേറ്റ് ഓൺലി ദാറ്റ് വൺ. അവിടെ മാത്രം ചേഞ്ചസ് നടത്തി കഴിഞ്ഞാൽ യു ആർ എ ഡെവലപ്പർ, അതായത് ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡെവലപ്പറായിട്ട് മാറാൻ പറ്റും. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താ വെച്ചാൽ നമ്മൾ ഒന്നിച്ച് എല്ലാം കൂടെ എന്താണ് ഇല്ല. ആദ്യം ആ ടൂൾ എന്താണ് ബേസിക് ആയിട്ട് ചെയ്യാന്ന് മനസ്സിലാക്കുക. ആ ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യം എവിടെയാണ് ലോജിക്ക് കോറായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. അവിടെ മാത്രം ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കും എന്ത് ചെയ്യുന്നു. ബാക്കിയെല്ലാം റൂട്ടീനായിട്ടുള്ള ടാസ്ക്കാണ്. അത് ബിൽഡ് മേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റൂട്ടീനായിട്ടുള്ള ടാസ്ക്കാണ്. ആ സാധനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പകരം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏതൊരു റെപ്പോയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആദ്യം വന്ന് റീഡ്മി ഫയൽ വായിക്കുക, അല്ലെങ്കിൽ കോഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ കമൻറ്റ് വായിക്കുക. കോഡ് മനസ്സിലാവുന്നില്ല, ക്വിറ്റ് പുറത്ത് വരിക, 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നോക്കുക, 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നോക്കുക. 4ാം പ്രാവശ്യം നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഫെമിലിയർ ടു ദ കോഡ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഓപ്പൺ സോഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ആ ഓപ്പൺ സോഴ്സ് ടൂൾ എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, പഠിപ്പിടിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഓരോ പ്രാവശ്യം നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാ റെപ്പോയിലും നിങ്ങൾ കുബർനെറ്റിസ് തൊട്ടിട്ട് എല്ലാ റെപ്പോയും നോക്കിയോ ഒത്തിരി ഫയൽസ് ആണ്. ആ ഒത്തിരി ഫയൽസ് ഒന്നും ദാറ്റ്സ് നോട്ട് യുവർ ഹെഡേക്ക്. നിങ്ങളുടെ ഹെഡേക്ക് എന്താ? അക്കോർ ലോജിക്, അക്കോർ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, ആ പ്രിൻസിപ്പിൾ ചെയ്യുന്ന ആ ടൂളിൽ എവിടെയാണോ ചെയ്യുന്നത് അവിടെ കറക്റ്റായിട്ട് പോയി നോക്കാൻ പറ്റിയാൽ യു ക്യാൻ സ്റ്റാർട്ട് ഡെവലപ്പിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പറേറ്ററുടെ കാര്യം, നമ്മുടെ ഓപ്പറേറ്ററുടെ കോർ കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്ന് സ്റ്റാറ്റസ് സ്പെക്കും റീകോൺസിലേഷൻ. സ്റ്റാറ്റസ് സ്പെക്ക് എവിടെയാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലായി, റീകോൺസിലേഷൻ എവിടെ പോയി. ഇപ്പോൾ ഈ റീകോൺസിലേഷൻ എഴുതി ഈ ലൂപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനും ഇതിൻ്റെ APIs ഉണ്ടാവും. ഇതിൻ്റെ API ബീറ്റ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈപ്സ് ഉണ്ട്. ഈ ടൈപ്സ് നോക്കി ഈ ടൈപ്പിൽ തന്നെ ഒത്തിരി ഗിറ്റ്ലാബ് സ്റ്റാറ്റസ് തൊട്ട് കണ്ടീഷൻസ് എല്ലാം ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ API വെച്ചിട്ടാണ്. ഇപ്പോൾ ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഞങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഗിറ്റ്ലാബിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓപ്പറേറ്റർ വെച്ച് ചെയ്യുന്നത് കാരണം നമുക്ക് ഈസി ആയിട്ട് അപ്ഗ്രേഡേഷൻ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കുബർനെറ്റിസ് അനുബന്ധമായിട്ടുള്ള ചെയ്യാൻ പറ്റും, എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും. അവർ പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് ലോക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിലോ അതും ചെയ്യാൻ പറ്റും. അതാണ് ഓപ്പറേറ്റർ ഇങ്ങനത്തെ കോഡ് വഴി എടുക്കുമ്പോൾ നമുക്കൊരു ഗുണം. പിന്നെ ഒരു എക്സ്റ്റൻസീവ് കമ്മ്യൂണിറ്റി ഉള്ളത് കാരണം അവരോട് ചോദിക്കാനും പറ്റും നമുക്ക് ഇതുള്ളത്. പിന്നെ അവരുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? റൺ ചെയ്ത് കാണിക്കുന്ന ടൈം നമ്മുടെ ടെയിൽ ആയിട്ടുള്ള കൺട്രോളറിൻ്റെ ലോഗ്സ് ഇൻഫോ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ കോഡ് എഴുതി തുടങ്ങിയാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻബിൽറ്റ് ആയിട്ട് ഒരു ക്ലസ്റ്ററിലേക്ക് ഡിപ്ലോയിഡ് ആയിരുന്നു. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത് ഓപ്പറേറ്റേഴ്സ് ഒത്തിരി നമുക്ക് ബിൽഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി ബിൽഡ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. ഓപ്പറേറ്റർ ഹബ്.io പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഓപ്പറേറ്റേഴ്സ് അവിടെ തന്നെ ഉണ്ടാവും. അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ചില സമയത്ത് നമുക്ക് എപ്പോഴും ഓപ്പറേറ്റർ ബിൽഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓപ്പറേറ്റർ ഹബ്.io പോയാൽ ഓപ്പറേറ്റർ ഓൾറെഡി ബിൽഡ് ഇൻ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് കിട്ടും. പിന്നെ ബേസിക് ഡോക്യുമെന്റേഷൻ ഓപ്പറേറ്റേഴ്സ് SDK ഉണ്ട്. ഓപ്പറേറ്റർ SDK ഒരു ഫുൾ ഫ്ലെഡ്ജ് ഡോക്യുമെന്റ് ആണ്. ഓൾമോസ്റ്റ്
എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ തൊട്ടിട്ട് അതെങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റേഴ്സിൽ പോയി ആ കോഡ്, ആ സംഭവം എവിടെയാണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓപ്പറേറ്റർ ചെയ്തു നോക്കാം. ഓക്കെ, സോ അതായിരുന്നു പ്രസൻറ്റേഷൻ്റെ സിംഹഭാവം. എനി ക്വസ്റ്റ്യൻസ് ആർ ഹിയർ, യു കൻ ടോക്ക്. Any questions? Yeah. Okay, thank you guys.